ഈ ഓണക്കാലത്ത് ആമ്പൽ പൂക്കളുടെ വർണ്ണക്കാഴ്ചയിലേക്ക് മിഴി തുറക്കുകയാണ്. കോട്ടയം പ്രകൃതി ഒരുക്കിയ പൂക്കളമാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത. കോട്ടയത്തെ ആമ്പൽ വസന്തം ഈ മാസത്തോടെ അവസാനിക്കും. 3 ദിനങ്ങളിലാണ് ഇത്തവണ ആമ്പൽ പൂക്കാലം സഞ്ചാരികളെ വരവേറ്റത്. പ്രകൃതി ഒരുക്കുന്ന പൂക്കളം. ഓണക്കാലത്ത് കോട്ടയത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണ്. ഈ കാഴ്ച കാണാൻ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഓരോ ഇടത്തേക്കും എത്തുന്നത്. മലരിക്കൽ, കൊല്ലാട്, അമ്പാട്ടുകടവ്, ഈ 3 ഇടങ്ങളാണ് ഇത്തവണ കോട്ടയത്തെ ഹീറോസ്. ആമ്പൽ വസന്തം കൊണ്ട് കേരളത്തിന് പുറത്തുനിന്ന് വരെയുള്ള സഞ്ചാരികളുടെ മനസ്സ് കവർന്ന ഗ്രാമങ്ങൾ. മലരിക്കലിൽ തിരുവായ്ക്കരി പാടത്താണ് 850 ഏക്കറിൽ ആമ്പൽ പൂത്തുലഞ്ഞത്. സഞ്ചാരികൾ ഏറ്റവും അധികം എത്തിയ ഇടം. വിശാലമായ പാടമായതുകൊണ്ട് തന്നെ വള്ളങ്ങളും ധാരാളമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ആമ്പൽ വസന്തത്തിന് പേരുകേട്ട ഇടമാണ് കൊല്ലാട് കിഴക്കുപുറം പാടശേഖരം. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽ വസന്തമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. VIP-കൾ അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങളുടെ ഓഫീസിൽ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലേട്ടൻ്റെ ഈ ഒരു ട്രിപ്പിനെ പറ്റിയിട്ട്. ഓൾറെഡി അല്ല തന്നെ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ യൂട്യൂബിലും മറ്റുമുണ്ട്. നന്നായിരുന്നു. ഞങ്ങൾ ഒരു 6:30 മുന്നേ തന്നെ വരണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ വെല്ലിൻ ടൈമിലായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഒരു പോസിറ്റീവ് വൈബ് അവിടെ വരുമ്പോൾ. പിന്നെ ആമ്പലെ കാണുമ്പോഴും പൂക്കളെ കാണുമ്പോഴും നല്ല കളർഫുൾ ആണല്ലോ. ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എല്ലാം ഇൻസ്റ്റയിലൊക്കെ കണ്ട് കൊതിച്ചിരുന്ന് ഞങ്ങൾ 4 പേരും കൂടെ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഈ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം വരെയേ ഉള്ളൂ. ഇത് പുഞ്ചകൃഷിയുള്ള പാടമാണ്. ആ പാടത്ത് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേന് വെള്ളം വറ്റിച്ച് ഇത് കൃഷി തുടങ്ങും. ഒരു 10 പതിറ്റാണ്ടായിട്ട് ഇവിടെ ഈ ആമ്പൽ വസന്തമുള്ള സ്ഥലമാണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിന് തൊട്ട് താഴെയുള്ള അമ്പാട്ടുകടവാണ് പ്രകൃതി കാഴ്ചയൊരുക്കിയ മറ്റൊരു കേന്ദ്രം. ചിങ്ങവനം പുതുപ്പള്ളി റോഡിന് ഇരുവശവുമായുള്ള മനോഹരമായ കാഴ്ച ആമ്പൽ പ്രേമികളെ ഇവിടേക്ക് എത്തിക്കുന്നു. പാടത്തിലേക്ക് ഇറക്കി കെട്ടിയ ഊഞ്ഞാലുകളും ഫോട്ടോഷൂട്ട് കൊതിക്കുന്നവർക്ക് ആകർഷകമാണ്. ഒരു 110 ഏക്കറോളം ഉണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഏറെ പൂ ഈ പ്രാവശ്യം ഉണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുമുണ്ട്. ബോട്ടയിലൊക്കെ നിസാര റൈറ്റിനെ കൊണ്ടുപോയി ഫോട്ടോ എടുക്കാനും പൂ പറിക്കാനും എല്ലാം ഞങ്ങളുടെ എല്ലാ ഇതുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ബെൽറ്റ് എല്ലാ സംഭവങ്ങളുമുണ്ട്. 3 ഇടങ്ങളിൽ നിന്നായി കോടികളാണ് ഇത്തവണയും ഈ മേഖലയ്ക്കാകെ വരുമാനം. കഴിഞ്ഞ തവണ കൂടുതൽ സഞ്ചാരികൾ എത്തിയ മലരിക്കലിൽ മാത്രം 3 കോടി രൂപയായിരുന്നു വരുമാനം. സെപ്റ്റംബർ മാസം തീരുന്നതോടെ ആമ്പൽ വസന്തത്തിന് സമാപനമാകും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.